Hi all, welcome to Learnino. Previous year questions part 4 നമുക്ക് നോക്കാം. First question. In Dumas method of nitrogen estimation, 0.14 gram of an organic compound is gave 22.4 ml of nitrogen at STP. The percentage of the nitrogen in the compound is. അപ്പോൾ Dumas method വഴി estimate ചെയ്ത organic കോമ്പൗണ്ടിന്റെ കേസാണ് 0.14 gram എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 22.4 ml of nitrogen at STP ആണ്. അങ്ങനെയാണെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ, ആ ഓർഗാനിക് കോമ്പൗണ്ടിലെ നൈട്രജന്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പം ആൻസേഴ്സ് കുറെ വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോ മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് തന്നിട്ടുണ്ട് 0.14 gram എന്ന് തന്നിട്ടുണ്ട്. വോളിയം ഓഫ് നൈട്രജൻ ഗ്യാസ് ലിബറേറ്റഡ് എന്ന് പറഞ്ഞാൽ 22.4 ml at STP, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ പ്രഷർ. അപ്പോൾ STP ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ PV is equal to nRT എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്കിവിടെ യൂസ് ചെയ്യാം. അപ്പോൾ STP ആയതുകൊണ്ട് തന്നെ P1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ, വോളിയം 22.4 ml, അതിനെ ലിറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തു 0.0224 ലിറ്റർ. R is the universal gas constant. Its value is 0.0821 liter atmosphere per mole Kelvin and temperature is equal to 273 Kelvin. ഇത് STP യുടെ ക്രൈറ്റീരിയ ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാം. N is equal to PV by RT. എല്ലാ വാല്യൂസും നമ്മുടെ കയ്യിലുണ്ട്. P ഉണ്ട്, V ഉണ്ട്, R ഉണ്ട്, T ഉണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ നമുക്ക് ഉത്തരം കിട്ടും 0.001 മോൾ എന്ന് കിട്ടും. 1 mole of nitrogen gas weight 28 gram. നമുക്കറിയാം ഒരു മോള് നൈട്രജന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 28 gram ആണ്. Therefore, mass of nitrogen is equal to N into എന്ത് 28 gram per mole. That is N is equal to 0.01 mole into 28. That is 0.028. അപ്പോൾ mass of nitrogen കിട്ടി. ഒരു മോളിന്റെ വെയിറ്റ് വെച്ചിട്ട് മാസ് കണ്ടുപിടിച്ചു. Then percentage കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ mass of nitrogen divided by mass of compound into 100. Mass of nitrogen is already calculated 0.028 divided by 0.14 already ആദ്യം തന്നിട്ടുണ്ട് into 100. It is equal to 20%. അതാണ് ആ ഡ്യൂമാസ് മെത്തേഡ് വഴി കണ്ടുപിടിച്ച നൈട്രജന്റെ, ആ ഓർഗാനിക് കോമ്പൗണ്ടിലെ നൈട്രജന്റെ പെർസെൻറ്റേജ് എന്ന് പറയും. ഓക്കെ. Then second question, which of the following base is not present in RNA molecule? ഇപ്പൊ DNA RNA molecule, DNA യിൽ വരുന്നത് അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിനിൻ. പക്ഷേ RNA യിൽ തൈമിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ആരാ വരുന്നത്? യുറാസിലാണ് വരുന്നത്. അപ്പൊ RNA യിൽ കാണപ്പെടുന്നത് നൈട്രജൻ ബേസുകൾ എന്ന് പറഞ്ഞാൽ അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ ആൻഡ് യുറാസിൽ. ഇൻ DNA, യുറാസിൽ is replaced by തൈമിൻ. Okay. Question. Which of the following carboxylic acid has highest pKa value? pKa value കൂടുതൽ ആർക്കാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. pKa value കൂടുതൽ എന്ന് ഈ തന്നിരിക്കുന്ന ഈ 5 ഓപ്ഷനിൽ ആർക്കാണ് കൂടുതൽ? pKa stands for negative logarithm of acid dissociation constant. അപ്പം എഥനോയിക് ആസിഡ് ആണോ, ക്ലോറോ എഥനോയിക് ആസിഡ് ആണോ, ഫ്ലൂറോ എഥനോയിക് ആസിഡിനാണോ, ഡൈക്ലോറോ എഥനോയിക് ആസിഡിനാണോ, ട്രൈഫ്ലൂറോ എഥനോയിക് ആസിഡിനാണോ? ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഹാലജൻസ് ഉള്ള കേസിൽ pKa വാല്യൂ കുറവായിരിക്കും. എന്ന് വെച്ചാൽ അവർക്ക് അസിഡിസിറ്റി കൂടുതലായിരിക്കും. അപ്പൊ നമുക്ക് ഓപ്ഷൻ B to E എല്ലായിടത്തും ക്ലോറിനോ ഫ്ലൂറിനോ അതായത് ഹാലജൻസ് ഉണ്ട്. അപ്പൊ എഥനോയിക് ആസിഡിൽ മാത്രമാണ് ഹാലജൻസ് ഇല്ലാത്തത്. സോ എഥനോയിക് ആസിഡ് ഈസ് ദ ആൻസർ. ഓക്കെ. Then comparison ഇവിടെ കൊടുത്തിട്ടുണ്ട്. എഥനോയിക് ആസിഡ് സിംപ്ലസ്റ്റ് കാർബോക്സിലിക് ആസിഡ് ആണ് വിത്തൗട്ട് എനി ഹാലജൻ സബ്സ്റ്റിറ്റ്യൂവന്റ്. സോ അവിടെ ഒരു ക്ലോറിൻ ആറ്റം എങ്കിലും ഉണ്ടെങ്കിൽ അത് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആണ്. അപ്പൊ pKa വാല്യൂ അവിടെ കുറവായിരിക്കും. ഫ്ലൂറോ എഥനോയിക് ആസിഡും ഡൈക്ലോറോ എഥനോയിക് ആസിഡും ട്രൈഫ്ലൂറോ എഥനോയിക് ആസിഡും ഒക്കെ ഹാലജൻസ് ഉള്ള കാറ്റഗറിയിൽ വരുന്നത്. What is the number of sigma bond found in the following compound? ഈ തന്നിരിക്കുന്ന കോമ്പൗണ്ടിൽ എത്ര സിഗ്മ ബോണ്ട് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം പൈ ബോണ്ടും ഉണ്ട്,
സിഗ്മ ബോണ്ടും ഉണ്ട്. അപ്പൊ ഈ തന്നിരിക്കുന്ന കോമ്പൗണ്ടിലെ സിഗ്മ ബോണ്ട് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു സ്ട്രക്ചറിനെ ബ്രേക്ക് ചെയ്ത് നമുക്കൊന്ന് എഴുതി നോക്കാം. ആദ്യം ഒരു CH3 ഗ്രൂപ്പ് ഉണ്ട്. ഒരു CH3 ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ 3 CH സിഗ്മ ബോണ്ട് ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. ദെൻ അടുത്തത് വന്നേക്കുന്ന ഒരു CH3 CH ബോണ്ട് ആണ് വന്നിരിക്കുന്നത്. അവിടെ ഒരു സിംഗിൾ ബോണ്ട് ആണ്, ഒരു സിഗ്മ ബോണ്ട് ആണ് അവിടെ വരുന്നത്. ഓക്കെ, ഇവിടെ 3 CH സിഗ്മ ബോണ്ട്, ഇവിടെ ഒരു സിഗ്മ ബോണ്ട്. ഇനി ഒരു ഡബിൾ ബോണ്ട് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഒരു ഡബിൾ ബോണ്ട് വരുമ്പോഴത്തേക്കിനും അവിടെയും ഒരു സിഗ്മ ബോണ്ട് ആണ് വരുന്നത്. ഓക്കെ, ദെൻ ഡബിൾ ബോണ്ട് ഒരുപാട് പൈ ബോണ്ട് വരുന്ന കേസാണ്, അതുകൊണ്ട് ഒരു സിഗ്മ ബോണ്ട് വരുന്നുണ്ട്. എഗെയിൻ ഡബിൾ ബോണ്ട്, എഗെയിൻ 1 സിഗ്മ ബോണ്ട്. ദെൻ ഒരു CHC സിംഗിൾ ബോണ്ട്, അതും ഒരു സിഗ്മ ബോണ്ട് ആണ്. ട്രിപ്പിൾ ബോണ്ടിലും ഒരു സിഗ്മ ബോണ്ട് ആണുള്ളത്. ദെൻ CH സിംഗിൾ ബോണ്ടിലും ഒരു സിഗ്മ ബോണ്ട്. അപ്പൊ എല്ലാം കൗണ്ട് ചെയ്യുമ്പോഴത്തേക്കിന് നമുക്ക് ടോട്ടൽ 3 + 1 + 1 5 പ്ലസ് സിംഗിൾ ബോണ്ടിൽ വരുന്നത് 1 + 1 + 1 3, ഡബിൾ ബോണ്ടിൽ 1 + 1 2, ട്രിപ്പിൾ ബോണ്ടിൽ 1, എല്ലാം കൂടെ കൂട്ടുമ്പോൾ 11 സിഗ്മ ബോണ്ട് ആണ് ആ പറഞ്ഞ കോമ്പൗണ്ടിന് ഉള്ളത്. ഓക്കെ, then fifth question, Chiliosis disease and digestive disorder are caused by the deficiency of option A ascorbic acid, thiamine, cyanocobalamin, riboflavin, pyridoxine. അപ്പോൾ ചീലിയോസിസ് ഡിസീസും ഡൈജസ്റ്റീവ് ഡിസോർഡേഴ്സും ഈ പറഞ്ഞതിൽ ഏതിന്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് ഉണ്ടാവുന്നത്? ഈ ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൗത്തിലൊക്കെ വരുന്ന ചെറിയ സോഴ്സും നെയാണ് ഈ ഒരു ഡിസീസ് ആയിട്ട് പറയുന്നത്. അപ്പൊ അത് നമ്മുടെ റൈബോഫ്ലാവിന്റെ ഡെഫിഷ്യൻസി മൂലമാണ്. റൈബോഫ്ലാവിൻ ഈസ് അതർവൈസ് കാൾഡ് വിറ്റമിൻ B2. ഈ വൈറ്റമിൻ B2 എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ മെറ്റബോളിക് പ്രോസസ്സിനും ആവശ്യമായിട്ടുള്ളതാണ്. നമ്മുടെ കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ മെറ്റബോളിസത്തിന് ആവശ്യമായിട്ടുള്ളതാണ്. ഇങ്ങനെ ഒരു ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോഴത്തേക്കിന് ഈ ഒരു പ്രോബ്ലം ഡൈജസ്റ്റീവ് ഡിസോർഡറും ഉണ്ടാവാറുണ്ട്. ഓക്കെ, then sixth question, the unit of a universal constant is centimeter inverse. What is the constant? ഒരു universal constant ന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സെന്റിമീറ്റർ ഇൻവേഴ്സ് ആണ്. അത് ഏത് കോൺസ്റ്റന്റ് ആണ്? പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണോ, ബോൾസ്മാൻ കോൺസ്റ്റന്റ് ആണോ, റെഡ്ബർഗ് കോൺസ്റ്റന്റ് ആണോ, അവഗാഡ്രോ കോൺസ്റ്റന്റ് ആണോ, മോളാർ ഗ്യാസ് കോൺസ്റ്റന്റ് ആണോ? നമുക്കറിയാം സെന്റിമീറ്റർ ഇൻവേഴ്സിൽ പറയുന്നത് റെഡ്ബർഗ് കോൺസ്റ്റന്റ് ആണ്. അതായത് വേവ് നമ്പറിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അത് വേവ് ലെങ്തിന്റെ റെസിപ്രോക്കൽ ആണ്. ഓക്കെ, നമ്മൾ ഹൈഡ്രജന്റെ സ്പെക്ട്രൽ ലൈൻസ് എടുക്കുമ്പോൾ ലൈമൺ, ബാൾമർ, ബ്രാക്കറ്റ് എന്ന് പറയുന്ന ആ ഒരു ലൈൻസ് ഒക്കെ എടുക്കുന്ന സമയത്ത് അവിടെ വേവ് നമ്പറിനെ ഡിനോട്ട് ചെയ്യുന്ന ആ ഒരു സ്ഥലത്ത് യൂസ് ചെയ്യുന്ന ഒരു കോൺസ്റ്റന്റ് ആണ് റെഡ്ബർഗ് കോൺസ്റ്റന്റ്. അതിനെ നമ്മൾ എപ്പോഴും ഡിനോട്ട് ചെയ്യുന്നത് സെന്റിമീറ്റർ ഇൻവേഴ്സ് വെച്ചാണ്. അപ്പൊ യൂണിറ്റ് ഓഫ് എ യൂണിവേഴ്സൽ കോൺസ്റ്റന്റ് സെന്റിമീറ്റർ ഇൻവേഴ്സ് ഈസ് റെഡ്ബർഗ് constant. Then seventh one, which of the following molecule has most polar bond? ഏറ്റവും കൂടുതൽ പോളാർ ബോണ്ട് ഉള്ള മോളിക്യൂൾ ഏതാണ്? Cl2, HCl, PCl3, N2, HF. നമുക്കറിയാം HF ആണ് പോളാർ ബോണ്ട് കാണിക്കുന്ന മോളിക്യൂൾ. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് എടുത്ത് അതിന്റെ എക്സ്പ്ലനേഷൻ നോക്കാം. Cl2, the bond between two chlorine atom has zero electronegativity difference, so it is non-polar. ഇപ്പൊ Cl2 എന്ന് പറയുമ്പോൾ രണ്ടും ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ആളാണ്. അപ്പൊ അവർക്ക് രണ്ടും തമ്മിൽ സീറോ ഇലക്ട്രോനെഗറ്റീവ് ഡിഫറൻസ് ആയതുകൊണ്ട് തന്നെ it is a non-polar compound. Then HCl, the bond between hydrogen and chlorine has a moderate electronegativity difference. ഹൈഡ്രജനും ക്ലോറിനും തമ്മിൽ ചെറിയൊരു ഇലക്ട്രോനെഗറ്റിവിറ്റി എന്താണ് ഡിഫറൻസ് ആണുള്ളത്. സോ ഇറ്റ് ഈസ് എ പോളാർ. ഇൻ PCl3, the bond between phosphorus and chlorine have some electronegativity difference, making them polar. Then bond between two nitrogen atoms has zero electronegativity, so it is non-polar. HF, the bond between hydrogen and fluorine has greatest electronegativity difference, so it make the most polar bond. നമ്മൾ ഇവിടെ PCl3യും HClഉം ഒക്കെ പോളാർ ആണെങ്കിലും ഹൈഡ്രജനും ഫ്ലൂറിനും തമ്മിൽ ഒരു ഗ്രേറ്റസ്റ്റ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ഉണ്ട്. അതായത് ഫ്ലൂറിൻ ഹൈഡ്രജനെ കാട്ടിയും ഇലക്ട്രോനെഗറ്റീവ് ആണ്. ഒരു ഗ്രേറ്റസ്റ്റ് ഡിഫറൻസ് ഉണ്ടായത് കൊണ്ട് തന്നെ മോസ്റ്റ് പോളാർ ബോണ്ട് ആണ് HF എന്ന് പറയുന്നത്. ക്ലിയർ? Then eighth question, delta S would be negative for which of the following reaction? ഇവിടെ കുറേ റിയാക്ഷൻ തന്നിട്ടുണ്ട്. ഡെൽറ്റ എസ് എന്ന് പറയുന്നത് നമുക്കറിയാം എൻട്രോപ്പി ചേഞ്ച് ആണ്. അത് ഏത് റിയാക്ഷനിലാണ് നെഗറ്റീവ് വരുന്നത്? CaCO,
CaO CO2. Ag++ Cl minus gives AgCl. N2 plus 3H2 gives 2NH3. ഇതിൽ ഏത് റിയാക്ഷനിലാണ് ഡെൽറ്റ explanation നോക്കാം. The change in entropy delta S for each reaction. നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന ഓരോ റിയാക്ഷന്റെയും change in entropy കണ്ടുപിടിക്കണം. Entropy is the measure of randomness or disorder of a system. First കേസില് CaCO3 കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ആകുന്ന റിയാക്ഷൻ ആണ്. ഇവിടെ നമുക്കറിയാം CaCO3 is a solid state. It converted into a solid and a gas. അപ്പൊ ഗ്യാസ് എന്ന് പറയുമ്പോൾ അവിടെ റാൻഡംനെസ് കൂടുകയാണ് ചെയ്യുന്നത്. ഗ്യാസ് മോളിക്യൂൾസിന് ഡിസോർഡർ അല്ലെങ്കിൽ റാൻഡംനെസ് കൂടുതലാണ്. സോ ഡെൽറ്റ എസ് ഈസ് എ പോസിറ്റീവ്. ദെൻ സെക്കൻഡ് കേസിൽ Ag++Cl- അക്വസ് ആയിട്ട് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ആള് AgCl സോളിഡ് ആയി മാറുകയാണ്. സോ ഡെൽറ്റ എസ് ഈസ് നെഗറ്റീവ്. സോളിഡിന് ഡിഗ്രി ഓഫ് റാൻഡംനെസ് വളരെ കുറവാണ്. അടുത്തത് അമോണിയയുടെ പ്രോസസ് ആണ്. N2 plus 3H2 gives 2NH3. അതായത് ഗ്യാസ് മോളിക്യൂൾ ആയിട്ട് തന്നെ ഇരുന്നവർ എഗെയിൻ എന്ത് ചെയ്യാണ്? ഗ്യാസ് ആവുകയാണ്. അപ്പൊ ഡെൽറ്റ എസ് എഗെയിൻ എന്താണ്? നെഗറ്റീവ് ആണ്. മനസ്സിലായല്ലോ? അതിന് കാരണം എന്ന് പറഞ്ഞപ്പോ എന്തുകൊണ്ടാണ് അവിടെ നെഗറ്റീവ് പറയുന്നത്? നേരത്തെ കേസിൽ കാൽഷ്യം കാർബണേറ്റിന്റെ കേസിൽ നമ്മൾ ഗ്യാസ് ആവുന്നത് കൊണ്ട് പോസിറ്റീവ് എന്ന് പറഞ്ഞു. ഇവിടെ റിയാക്ടന്റ് സൈഡിലും 4 മോൾസ് ഉണ്ട്, പ്രോഡക്റ്റിന്റെ സൈഡിൽ 2 മോൾസ് ആണ് ഉള്ളത്. അപ്പൊ ഡിക്രീസ് ഇൻ നമ്പർ ഓഫ് ഗ്യാസ് മോളിക്യൂൾ ഡിക്രീസസ് ദ ഡിസോർഡർ. അപ്പൊ നമുക്ക് റിയാക്ടന്റിനെ അപേക്ഷിച്ച് പ്രോഡക്റ്റിന് നമ്പർ ഓഫ് മോൾസ് കുറയുകയാണെങ്കിൽ ഡിസോർഡർ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. സോ ഡെൽറ്റ എസ് നെഗറ്റീവ് ആണ്. അപ്പോൾ ഡെൽറ്റ എസ് റിയാക്ഷൻ നെഗറ്റീവ് ആയിട്ടുള്ളത് 1 നും 3 നും. ഓക്കെ, ഫസ്റ്റും തേർഡുമാണ് എന്ത് നെഗറ്റീവ് ആയിട്ട് ഉള്ളത്. സോറി, സെക്കൻഡും തേർഡും. ഓക്കെ, അതായത് നെഗറ്റീവ് ആയിട്ട് വരുന്നത് Agയുടെ റിയാക്ഷനും N2ന്റെ റിയാക്ഷനുമാണ് എന്തായിട്ട് വരുന്നത്? നെഗറ്റീവ് ആയിട്ട്. അപ്പൊ ഇവിടെ തെറ്റരുത്, ഇവിടെ എല്ലാം ഗേഷ്യസ് സ്റ്റേറ്റിൽ ആണെങ്കിൽ കൂടി നമ്പർ ഓഫ് മോൾസ് കൂടെ കൺസിഡർ ചെയ്യാം. ഓക്കെ, ninth question. Equal volume of pH 3, 4 and 5 are mixed in a container. The concentration of H plus in a mixture is. ഒരു ഈക്വൽ വോളിയം ഓഫ് pH 3ഉം 4ഉം 5ഉം കൂടെ ഒരു കണ്ടെയ്നറിൽ മിക്സ് ചെയ്തു. അപ്പൊ അതിൽ H+ന്റെ കോൺസെൻട്രേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്ന ഒരു ക്രൈറ്റീരിയ, there is no change in volume during mixing. വോളിയത്തിന് വ്യത്യാസമൊന്നും വരുന്നില്ല. ഇപ്പൊ നോക്കാം എക്സ്പ്ലനേഷൻ എന്താന്നുള്ളത്. അപ്പൊ 1 into 10 raised to minus 3 ആണോ, 3.7 into 10 raised to minus 4 ആണോ, 1 into 10 raised to minus 4 ആണോ, 3.7 into 10 raised to minus 5 ആണോ, 3 into 10 raised to minus 5 ആണോ? The pH of a solution is related to the concentration of H+. pH ഉം H+ ഉം കൂടെ ഉള്ള ഇക്വേഷൻ എന്താ? pH is equal to minus log concentration of H+. പിന്നെ 3 ആണ് ഫസ്റ്റ് കേസിൽ, 3 ആണ് pH. ഇപ്പൊ H+ എന്ന് പറയുന്ന കോൺസെൻട്രേഷൻ 10 raised to minus 3 മോളാർ ആണ്. ഓക്കെ, ഇനി അടുത്തത് pH 4ന്റെ 10 raised to minus 4 മോളാർ. pH 5 ആകുമ്പോൾ 10 raised to minus 5 മോൾ. Since equal volume of solutions are mixed and volume is kept constant, so moles of H+ form pH 3 solution is 10 raised to minus 3 molar into oleum. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനായിട്ട് 10 raised to minus 3 into വോളിയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 10 raised to minus 3 V. അത് ലൈക്വൈസ് രണ്ടാമത്തെ കേസിൽ 4 pH വരുന്നത് 10 raised to minus 4 V. Then 5 pH വരുന്നത് 10 raised to minus 5 V. എന്നിട്ട് എന്ത് ചെയ്യണം? ടോട്ടൽ മോൾസ് ഓഫ് H+ കണ്ടുപിടിക്കാൻ ഇതെല്ലാം കൂടെ സം ചെയ്യുക. സം ചെയ്യുമ്പോൾ V കോമൺ ആണ്, V ഇങ്ങ് പുറത്തെടുക്കുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക? 10 raised to minus 3യുടെ വാല്യൂ കൊടുക്കുക 0.001, 10 raised to minus 4ന്റെ വാല്യൂ കൊടുക്കുക 0.0001, then 10 raised to minus 5ന്റെ വാല്യൂ കൊടുക്കുക 0.00001. V into 0.00111 എന്ന് വരും. ഓക്കെ, then the concentration of H+. Concentration of H+, total moles of H+ divided by total volume. That is, നമ്മൾ ആൾറെഡി V into total moles of H+ എന്ത് കിട്ടിയിട്ടുണ്ട്? V into 0.00111 എന്ന് കിട്ടിയിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം. 3 സൊല്യൂഷൻസ് ആണ് മിക്സ് ചെയ്യുന്നത്. സോ 3V.
ബിയും വിയും ക്യാൻസൽ ആയി പോകും. then final answer is 3.7 into 10 raised to minus 4. ഓക്കെ, അപ്പൊ ആ ഒരു റിലേഷൻ വച്ചിട്ട് വേണം എച്ച് പ്ലസും പി എച്ചും കൂടെ ഉള്ള റിലേഷൻ വച്ചിട്ട് വേണം ഇത് ആൻസർ കണ്ടുപിടിക്കാൻ. then 10th question, the reaction H2O plus Cl2O gives 2HOCl. വാട്ടറും Cl2Oയും കൂടെ ചേർന്നിട്ട് HOCl ഉണ്ടാവുന്നു. is allowed to attain equilibrium at 400 Kelvin. At equilibrium, the partial pressure of water is 300 mm of mercury, and those Cl2O and HOCl are 20 mm and 60 mm respectively. The value of Kp for the reaction at 300 Kelvin is. അപ്പൊ നമ്മൾ വാട്ടറും Cl2Oയും കൂടെ ഉള്ള റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്, ഇക്വിലിബ്രിയത്തിൽ പാർഷ്യൽ പ്രഷർ കൊടുത്തിട്ടുണ്ട് എല്ലാത്തിന്റെയും. അങ്ങനെയാണെങ്കിൽ Kpയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, എക്സ്പ്ലനേഷൻ നോക്കാം. റിയാക്ഷൻ H2O plus Cl2O gives 2HOCl. ഇക്വിലിബ്രിയം പാർഷ്യൽ പ്രഷർ വാല്യൂ തന്നിട്ടുണ്ട്. H2O 300, Cl2O 20, HOCl 60. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും പാർഷ്യൽ പ്രഷറും തമ്മിലുള്ള ഇക്വേഷൻ Kp is equal to പ്രോഡക്റ്റിന്റെ സ്ക്വയർ, പാർഷ്യൽ പ്രഷറിന്റെ സ്ക്വയറെ ഡിവൈഡഡ് ബൈ റിയാക്ടന്റിന്റെ പ്രോഡക്റ്റ്, അതായത് പി സ്ക്വയർ HOCl ഡിവൈഡഡ് ബൈ PH2O into PCl2O. ദാറ്റ് ഈസ് വാല്യൂ നമുക്കറിയാം, ഡയറക്റ്റ് ഇട്ട് കൊടുക്കുക. 60 സ്ക്വയർ ഡിവൈഡഡ് ബൈ 300 into 20, ദാറ്റ് ഈസ് 3600 ഡിവൈഡഡ് ബൈ 6000, ദാറ്റ് ഈസ് 0.60. അതാണ് Kpയുടെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഇക്വേഷൻ ഡയറക്റ്റ് ഇട്ട് കൊടുത്താൽ മതി. Kp is equal to the square of partial pressure of product divided by product of partial pressure of reactants. ഓക്കെ, അപ്പൊ ഇത്രയും 10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഓക്കെ, താങ്ക് യു.